ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാട് കാലമായി നമ്മളൊരു വ്ളോഗ് എന്തെങ്കിലും എടുത്തിട്ട്, സത്യം പറഞ്ഞാൽ ഇങ്ങനെ ലോങ് വീഡിയോ എടുക്കുമ്പോൾ നമ്മളങ്ങനെ ഭയങ്കര വലിയ ചാനൽ ഒരുപാട് വ്യൂവേഴ്സ് ഒന്നും ഉള്ളതല്ലല്ലോ. അപ്പം എനിക്ക് ചിലപ്പോൾ തോന്നുന്നു എന്തിനാ വെറുതെ ഇപ്പോൾ എടുത്തിട്ട് ആരും കാണത്തില്ലല്ലോ എന്ന്. പിന്നെ ഐ തോട്ട് ടുഡേ ഈസ് മൈ സ്പെഷ്യൽ ഡേ, എൻ്റെ ബർത്ത്ഡേ ആണ്. അങ്ങനെ എൻ്റെ ഓർമ്മയിൽ വെക്കാവുന്ന ഒരു ദിവസമായതുകൊണ്ട് ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാലും എന്തായാലും ഒരു കേക്ക് കട്ടിങ് ആരെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് 5:30 AM നൗ. മോൾക്ക് സ്കൂളിൽ വിടാൻ സമയമായി. മീൻസ് 7 മണിക്ക് അവളുടെ സ്കൂൾ ബസ് വരും. അപ്പോൾ അതിനുള്ള പെടപ്പിലേക്ക് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് കാണാം. ബിരിയാണി കിട്ടിയാലോ, എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങുകയാണ്. അപ്പം ഇവയ്ക്ക് ആക്ച്വലി രാവിലെ ഒരു ഗ്ലാസ് പാൽ അവൾ കുടിച്ചാലായി. അപ്പോൾ അതുകൊണ്ട് അതും അവൾക്കുള്ള സ്കൂളിലേക്ക് കൊടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെയാണ് പുട്ടും കടലക്കറിയൊക്കെ. പക്ഷേ കടലക്കറി അവൾ അങ്ങനെ അങ്ങോട്ട് കഴിക്കത്തില്ല. പുട്ടും പഴവുമാണ് അവൾ ചൂസ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കഴിക്കാൻ കടല ആ സമയം കൊണ്ട് അവിടെ ആക്കുവാണ്. രാവിലത്തെ ഈ ഒരു തിരക്കിനിടയ്ക്ക് പുട്ടും പഴവും അങ്ങനെ ബോൾസാക്കി അവൾക്ക് വെച്ച് കൊടുക്കും. പിന്നെ ആ സമയത്ത് കഴിക്കാനുള്ള സ്നാക്സും അതെല്ലാം കൂടെ പെട്ടെന്ന് സെറ്റ് ചെയ്ത് ഇനി അവളെ റെഡിയാക്കിയിട്ട് വേഗം ഇറങ്ങണം. ഒരു 7 മണി കഴിയുമ്പോൾ തന്നെ ബസ് എത്തും. കൊച്ചിനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ഈ വിടുന്ന ഒരു ടാസ്ക് ഇത്തിരി കൂടുതലാണ്. ഉറക്കം മാറിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ആടി ഒലഞ്ഞൊക്കെ പോകുവാണ്. എനിവേ ഈ ഒരു ടൈം ഒരുപോലെ സങ്കടം വരും പോണ കാണുമ്പോൾ, പക്ഷേ ഒരു സമാധാനം ആ കുഞ്ഞിനെ വിട്ടല്ലോ എന്നുള്ളത്. സോ ഇവ അങ്ങനെ സ്കൂളിലോട്ട് പോയി. അപ്പം ഇനിയിപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള രാവിലത്തെ പെടപ്പുണ്ടല്ലോ, ഈ ഒരു 6 o'clock to 7 o'clock ഈ കുട്ടീനെ വിടാനുള്ളൊരു അത് ഭയങ്കരമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടം തോന്നും, ഇത്രയും ചെറിയ കുഞ്ഞിനെ ഇത്ര രാവിലെ എണീപ്പിച്ചേക്കും. അപ്പം ഇന്ന് പറയണ്ടായിരുന്നു മുഖത്ത് വെള്ളം തളിക്ക്, അപ്പോഴേ എനിക്ക് എണീക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ തളിച്ചിട്ടാണ് സത്യം പറഞ്ഞാൽ ആളെ എണീപ്പിച്ചത്. അപ്പോൾ അത് അവൾ തന്നെ അത് പറഞ്ഞിടുമ്പോൾ സങ്കടം തോന്നും. അയ്യോ, ഞാൻ ഉറക്കം മാറാതെ ഇങ്ങനെ തൂങ്ങി നിന്ന് അത് മര്യാദയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ കഴിക്കില്ല. ഒരു ഗ്ലാസ് പാലാണ് ശരിക്കും പറഞ്ഞാൽ അവൾ കുടിച്ചിട്ട് പോണത്. പിന്നെ നോക്കട്ടെ ഇന്ന് എന്തെങ്കിലും വിശേഷങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് ഗിഫ്റ്റ് നമുക്ക് രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്നലെ ഇവിടെ ഞാൻ കിടക്കുന്ന 2 കൊള്ളാലോ. സത്യമായിട്ടും സെൽവ വാങ്ങി തന്നാണേ. ഇത് ഷോ സെൽവ. സോ എനിക്ക് ബർത്ത്ഡേ ഡേ ഇതുവരെയുള്ള എല്ലാ ബർത്ത്ഡേസിലും ഒരു പുതിയ ഡ്രസ്സ് ഇടാനുള്ള ഭാഗ്യം കിട്ടാറുണ്ട്. ആക്ച്വലി ആരോഗ്യവും കാര്യങ്ങളും എല്ലാമായിട്ട് ഓരോ ആയുസ്സിലെ ഓരോ ദിവസം കടന്നു പോകുമ്പോൾ ഞാനതിന് ഗ്രേറ്റ്ഫുള്ളാണ് ദൈവത്തോട്. പിന്നെ എന്താ റെഡി ആകുവാണ്. പക്ഷേ ഞാനൊരു കമ്മലെടുത്ത് വെച്ചിരുന്നു. ആ കമ്മൽ കാണാനില്ല ആക്ച്വലി. സോ ഐ ആം പ്രിപ്പയർഡ് വിത്ത് ദിസ്. ലഞ്ച് ടൈം എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, കാരണം ഇവനെ സ്കൂളിൽ നിന്ന് വിളിക്കാറായി. കാരണം സമയം ഉച്ചയായി. മോളെ എന്തായാലും കൂട്ടിയിട്ട് വരട്ടെ. பொறந்தாயே என் உயிரே உறவாக என் நெஞ்சில் கரஞ்சாயே நீ எனக்கு சாமி இந்த பூமி எடையெல்லாம் நீ தானே ஓ சிரிப்பு போதும் நீ கேட்டாய் உசுர தாரனே உன் கூடவே பொறக்கணும் கூடவே பொறக்கணும். സോ എനിക്ക് കട്ട് ചെയ്യാനുള്ള കേക്കൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. മോള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സോ ബൈ ദ ടൈം ദേ ഹാവ് സെറ്റഡ് എവറിത്തിങ്. ഒരു കേക്കിന് പകരം 2 കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കേക്ക് ബ്ലിസ് എന്നാണ് ഞാൻ വാങ്ങിയത്. ഞാനിതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, കേക്ക് ബ്ലിസിലെ കേക്ക്സ് നല്ലതാണ്. നിങ്ങൾ അധികം മധുരം പ്രിഫർ ചെയ്യാത്ത കുറച്ച് സോഫ്റ്റ് ടൈപ്പ് ഓഫ് കേക്ക്സ് ആണ് ഇഷ്ടമെങ്കിൽ അത് നല്ലൊരു പ്ലേസ് ആണ്. വാൻചോ, റെഡ് വെൽവെറ്റ് രണ്ടും നല്ലതായിരുന്നു. പിന്നെ എല്ലാവരോടും ഞാൻ പ്രത്യേക താങ്ക് യു പറയുന്നത്, എനിക്ക് സെറ്റ് ചെയ്തത്. താങ്ക് യു ഡോക്ടർ റോഷിനി, അഹാന, സെൽവ, ബിജി ആൻഡ് രേഷ്മ, സിന്ധു ചേച്ചി, എല്ലാവരും ഉണ്ടായിരുന്നു. ഈ ഒരു ഹാപ്പിനെസ് എനിക്ക് നിങ്ങൾ പ്രസൻറ്റ് ചെയ്തതിന് ഐ എം സോ താങ്ക്ഫുൾ ടു യു. ആൻഡ് എനിക്ക് റോഷൻ ഡോക്ടറിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു, ഒരു ബാഗ്. ആൻഡ് താങ്ക് യു ഡോക്ടർ. സോ നമ്മൾ വിചാരിച്ചു ഇനി വൈകുന്നേരം നമുക്ക് ആഘോഷിക്കാം, പുറത്ത് എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ വൈകിട്ട് ഒരു ബീച്ച് റെസ്റ്റോറൻറ്റ് കൂടിയാണത്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ ഈവനിങ് പോയതിൻ്റെ. സോ അവിടെയാണ് നമ്മൾ നേരെ പോയത്. ആ ഒരു സൺസെറ്റ് കാണണം എന്നുള്ളൊരാഗ്രഹം എനിക്ക് ആക്ച്വലി ഇന്നാണ് നിറവേറിയത്. ആൻഡ് ഒരു അപ്രതീക്ഷിതമായിട്ട് ഈ ഒരു ക്ലിക്ക് എടുത്തതും എനിക്കിത് കണ്ടപ്പോൾ ഇത് ഭയങ്കര സന്തോഷം തോന്നി. വെരി ബ്യൂട്ടിഫുൾ ക്ലിക്ക് അല്ലേ.
ബീച്ചിലെ കളിയെല്ലാം കഴിഞ്ഞ് ഈ മണലൊക്കെ തട്ടിക്കളഞ്ഞ് പിള്ളേരെ ഡ്രസ്സ് മാറ്റി നമ്മളിത് റെസ്റ്റോറൻറ്റിലേക്ക് വന്നു. ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു ചാക്സ് ബൈ എന്ന് പറഞ്ഞ സെൻറ്റ് ആൻഡ്രൂസ് ബീച്ചുള്ള റെസ്റ്റോറൻ്റാണ്. മിക്കവർക്കും അറിയുന്നതായിരിക്കും. അവിടുത്തെ ബർഗറാണ് ആൾക്കാർക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നു. ഞാൻ ഒന്നാണ് ആദ്യമായിട്ട് പോയത്, പിന്നെ ഇന്നാണ്. ഞാൻ ഈ ചോക്ലേറ്റ് അത്ര ലവറല്ല, സോ എനിക്ക് ചോക്ലേറ്റ് ഫ്ലേവേഴ്സ് അത്ര ഇഷ്ടമല്ല. ഞാൻ ചോക്ലേറ്റ് ഷേക്കാണ് വാങ്ങിയത്. ബട്ട് ഷേക്ക് ഇസ് വെരി ഗുഡ്, ബട്ട് എനിക്ക് ആ ചോക്ലേറ്റ് ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനതിൻ്റെ കൂടെയുള്ള വെള്ളം കൊടുത്തു. ബാക്കിയുള്ളൊരു മൊജീറ്റോസും ലെമൺ ക്രഷറും ഒക്കെ ആയിട്ട് വാങ്ങിയത്. ദെൻ ഐ ഓർഡർഡ് നൂഡിൽസ്. ഫുഡിൻ്റെ അല്ല, എല്ലാവരും കൂടെ ഒരുമിച്ചുള്ളതിൻ്റെ ഒരു സന്തോഷമായിരുന്നു ആക്ച്വലി ഏറ്റവും വലുത്. ഹായ്, സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് ടുഡേയ്സ് വ്ലോഗ്. സോ നമ്മുടെ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ ഒരു കേക്ക് കട്ടിങ് എന്തായാലും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ അതിനെക്കാട്ടിലും അപ്പുറം ദൈവം എന്ന് അനുഗ്രഹിച്ചു. എല്ലാവരുമായിട്ടൊന്ന് പുറത്തു പോകാനും ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു ഡേ. ആക്ച്വലി ഇന്ന് കുട്ടികൾ നമ്മുടെ സ്റ്റാഫ് എല്ലാവരുമായിട്ടാണ് നമ്മൾ പുറത്ത് പോയത്. കാരണം നാളെ രാവിലെ ഏർലി മോർണിംഗ് നമുക്ക് 7 മണിക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. സോ അതിന് നമുക്ക് ഇവർക്ക് വീട്ടിൽ പോയാൽ തിരിച്ച് വരാനൊക്കെ ബുദ്ധിമുട്ടായത് കാരണം അവരിന്ന് അവിടെ തന്നെ സ്റ്റേ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാവരുമായിട്ടാണ് പുറത്ത് പോയത്. റോഷൻ ഡോക്ടറാണെങ്കിലും അവർ നേരെ വന്ന് നമ്മളെല്ലാവരെയും കൂട്ടിയിട്ട് എല്ലാവരും കൂടെ അങ്ങനെ ഒരുമിച്ച് പോയി. സോ ഒരു ഹാപ്പി ഡേ ആയിരുന്നു. ഫുഡ് കാര്യങ്ങളും എല്ലാം അടിപൊളി. സോ ഒരു ബർത്ത്ഡേയും കൂടെ ഓർമ്മിക്കാൻ, ഇപ്പം ഞാൻ ഈ സമയത്ത് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേ ഞാൻ ഓർക്കുക. അന്നുണ്ടായിരുന്ന കുറച്ച് ആൾക്കാർ ഇന്നും കൂടെയുണ്ട്. കുറേ പേര് പാതി വഴിക്ക് പോയവരുണ്ട്. പുതിയതായിട്ട് പരിചയപ്പെട്ട കുറച്ചൊരു ഈ ബർത്ത്ഡേക്ക് ഉണ്ട്. ഇനി അടുത്ത ബർത്ത്ഡേക്ക് എങ്ങനെയാണെന്ന് അറിയത്തില്ല. എന്തൊക്കെയാലും ഫേസ്ബുക്ക് ഓർമ്മിപ്പിക്കാതെയും അല്ലാതെയൊക്കെ മനസ്സറിഞ്ഞ് രാവിലെ ഓർത്ത് വിഷ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. എനിക്ക് ഫ്രണ്ട്സ്, റിലേറ്റീവ്സും എൻ്റെ സ്വന്തം പേരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആയിട്ടുള്ളൊക്കെ എല്ലാവർക്കും ഞാൻ ഈ സമയത്ത് താങ്ക് യു പറയാം. പിന്നെ എനിക്ക് ഗിഫ്റ്റായിട്ട് എന്നെ ഓർത്ത് എനിക്ക് വാങ്ങിച്ച് നിങ്ങളുടെ സമയവും പൈസയും ഒക്കെ സ്പെൻഡ് ചെയ്ത് എനിക്ക് വാങ്ങിച്ചു തന്നു. സെൽവ താങ്ക് യു, റോഷൻ ഡോക്ടർ താങ്ക് യു. പിന്നെ ഹസ്ബൻഡ് സിസ്റ്റർ സോനയുടെ ഗിഫ്റ്റും എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. ഞാനത് കണ്ടില്ല. എനിക്ക് സോന താങ്ക് യു. എല്ലാവരോടും എല്ലാവരുടെ സ്നേഹത്തിന് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. ബൈ, വെല്ലുന്നാണ്. ആക്ച്വലി ബിഫോർ കൺക്ലൂഡിങ് എനിക്ക് 2 പേരോട് താങ്ക് യു പറഞ്ഞു. കാരണം എൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് എനിക്ക് അടുത്ത ഗിഫ്റ്റുകൾ വന്നത്. സോ ആ ഡ്രസ്സ് ഇതെല്ലാം എനിക്ക് തോന്നുന്നു അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമായിരിക്കും. താങ്ക് യു സോ മച്ച് അമ്മു, ദ ഗിഫ്റ്റ് വാസ് ഓസം. എനിക്ക് എല്ലാവരും പിന്നെ അതിന് ഡ്രസ്സുകൾ എടുത്ത് തന്നിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോന തന്ന ഡ്രസ്സ് ഞാൻ അൺബോക്സ് ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളേഴ്സിലൊന്നാണ് യെല്ലോ. താങ്ക് യു സോ മച്ച്. ആൻഡ് പ്രതീക്ഷിക്കാതെ എനിക്ക് ഹസ്ബൻഡും മദറും ഒരു ഡ്രസ്സ് എടുത്ത് തന്നിരുന്നു. സോ താങ്ക് യു ഓമനമ്മ. എനിക്ക് ആ ഡ്രസ്സും ഭയങ്കര ഇഷ്ടമായി. ആൻഡ് വൺസ് അഗൈൻ നിങ്ങൾക്ക് വേണ്ടി താങ്ക്സ് പറയാൻ മാത്രം ഞാൻ വന്നതാണ്.